പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ യുവതി കസ്റ്റഡിയിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. യുവതി ദില്ലിയിലാണെന്ന സൂചന നേരത്തെ പോലീസ് ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ജസീമാണ് ചേരുന്നത്. ജസീമ, യുവതിയെ കാണാനില്ലെന്ന്, കുറച്ച് ദിവസങ്ങളായി കാണാനില്ലെന്നുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം യുവതിയുടെ കുടുംബം നൽകിയിരുന്നത്. എപ്പോഴാണ്, എവിടെ നിന്നാണ് യുവതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് പോലീസ്? ആര്യ, ഇന്ന് ഇപ്പോൾ ഈ രാത്രി 8:30 സമയത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പറവൂരിലെ വടക്കേക്കര പോലീസാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇവര് ഡൽഹിയിലുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ രാത്രി ഇവരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിടികൂടിയത്. ഇവര് ഡൽഹിയിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കാരണം അവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് പ്രകാരം, അവർ ലൊക്കേഷൻ പിന്തുടർന്ന് നോക്കിയത് പ്രകാരമാണ് ഇവർ ഡൽഹിയിലുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. നേരത്തെ കുടുംബം ഇവരെ കാണാനില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കാണാതായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇനിയിപ്പോ ഈ ഒരു കേസിന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചോ മറ്റോ പോലീസ് ഇപ്പോൾ പറയുന്നില്ല. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പറയുന്നത്. ആര്യ, ജസീം, കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് നേരത്തെയും സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ യുവതി കസ്റ്റഡിയിലായ സാഹചര്യത്തിൽ യുവതിയുടെ മൊഴിയെടുപ്പ്, മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ഇവർ ഈ ഒരു യുവതിയെ പിടികൂടിയതിന്റെ ഈ ഒരു പിടിയിലായത് കൊണ്ട് തന്നെ ഈ കേസിന്റെ നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം ഈ ഒരു മൊഴിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു കേസിന്റെ ഭാവി തന്നെ ഈ ഒരു യുവതിയെ ചുറ്റിപ്പറ്റി തന്നെ ആകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ യുവതി എങ്ങനെയാണ് ഇനി മൊഴി പോലീസിനോട് പറയുന്നത്, അത് പ്രകാരമായിരിക്കും ഇനി അങ്ങോട്ടുള്ള കേസിന്റെ ഗതി. പക്ഷേ ഇപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ കൂടുതലൊന്നും വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. നാളെ ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനാകും. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം കൂടുതൽ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജസീം, അതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ ഈ യുവതി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് പിന്നീട് മൊഴി മാറ്റി തിരുത്തി പറയുന്നു. കുടുംബത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ, സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിരുന്നു. പിന്നീട് ഒരു വീഡിയോയിലൂടെ വന്ന് വ്യക്തമാക്കിയായിരുന്നു. ഇതെല്ലാം മൊഴി തിരുത്തി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡി ആയ സാഹചര്യത്തിൽ യുവതിക്ക് എന്തായാലും തിരിച്ചടി ഉണ്ടാവാനല്ലേ സാധ്യത? തീർച്ചയായിട്ടും ഈ ഒരു മൊഴി മാറ്റി പറയുന്നത് കുടുംബത്തിന്റെ, ഈ യുവതി പറയുന്നത് കുടുംബമാണ് തന്നോട് ഇങ്ങനെ പറയാൻ ആവശ്യപ്പെട്ടത് എന്നുള്ള രീതിയിലായിരുന്നു യുവതി പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, കാരണം നേരത്തെ തന്നെ ഈ യുവാവിന്റെ കുടുംബം ഇക്കാര്യം നിഷേധിച്ചതാണ്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർ തുടക്കം മുതലേ ആവർത്തിക്കുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ഒരു യുവതിയുടെ മൊഴി അത് പ്രകാരമാണ് കുടുംബം ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ യുവതിയെ കിട്ടിയ സാഹചര്യത്തിൽ, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള പോലീസിന്റെ അന്വേഷണവും കാര്യങ്ങളും അത് കൃത്യമായി മുന്നോട്ട് പോകും. കാരണം ഈ ഒരു വിഷയത്തിൽ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായി അറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു അന്ന് പ്രതിയായിട്ടുള്ള യുവാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉയർത്തിയിരുന്നത്. അത് ഗാർഹിക പീഡനം, വലിയ തോതിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലടക്കം കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ തരത്തിലുള്ള അന്വേഷണങ്ങൾ, വലിയ തോതിൽ അന്വേഷണത്തിൽ ഉള്ള ഒരു കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു യുവാവ് ഈ കാര്യം ആദ്യം തന്നെ നിഷേധിക്കുകയും അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ആ രീതിയിലൊക്കെ ഈ ഒരു വിഷയങ്ങളുണ്ടായി. വലിയ ഒരു കോലാഹലമുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് പന്തീരാങ്കാവിലേത്. എന്തായാലും യുവതിയെ ഇപ്പോൾ കിട്ടിയ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും തുടർ നടപടി എന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തമായി അന്വേഷണം നടത്തും. കാരണം ഈ ഒരു യുവതിയുടെ മൊഴി അത് കൃത്യമായി ലഭിച്ചാൽ അതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എന്നുകൂടി കാണേണ്ടിയിരിക്കുന്നു. ആര്യ, ശരി, യുവതി നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചേക്കും. ഇപ്പോൾ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ പരാതിക്കാരിയ യുവതിയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളാണ് ജസീം നൽകിയത്.